പോയിട്ടില്ല. 7 പേരുണ്ട്. എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ. അബിയെ മാത്രമേ കാണുന്നുള്ളൂ. കടങ്കഥ വേണോ, ചന്ദ്രദിന കിസ് വേണോ, LSS വേണോ, ഏത് വേണോ? കൊച്ചു പിള്ളേരൊക്കെ അതിലുണ്ടോ? ആൻസർ പറയാൻ. ആൻസർ പറഞ്ഞു. കിണർ 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 കിണർ. വെൽ. ഓക്കേ. നീ ചോദിച്ചോ. ഞാൻ ഈസി ഉള്ളതൊന്നും ചോദിക്കാം. വേവിച്ചാൽ വേവില്ല, കത്തിച്ചാൽ കത്തും. വേവിച്ചാൽ വേവില്ല, കത്തിച്ചാൽ കത്തും. പ്ലാസ്റ്റിക് ആണോ? വേവിച്ചാൽ വേവില്ല, കത്തിച്ചാൽ കത്തും. പ്ലാസ്റ്റിക് ആണോ നന്ദു ചോദിക്കുന്നു. അല്ല അല്ലാതെ നല്ല ഇതിലാ ചോദ്യങ്ങളെ കൊണ്ട് നോക്കട്ടെ. ഇനി കണ്ടുപിടിക്കാൻ നിൽക്കുവാണോ നീ? അറിയാമെങ്കിൽ ആൻസർ പറ, അറിയില്ലെങ്കിൽ അറിഞ്ഞുണ്ടെന്ന് പറ. വേവിച്ചാൽ വേവില്ല, കത്തിച്ചാൽ കത്തും. തീ. മുടി. മുടിയാ? നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു അതല്ലേ? നന്ദുക്കുട്ടി. ഞാനൊരു നല്ലതുപോലെ 1000 കണ്ണൻ ആറ്റിൽ ചാടി. അതറിയായിരിക്കും. ആയിരം കണ്ണൻ ആറ്റിൽ ചാടി. അറിയോ അബി? അറിയോ അബി? എല്ലാരും പോയോ? അറിയില്ല. വല വല. ഉത്തരം വല. മീൻ പിടിക്കാനായിരിക്കും ആറ്റി ചാടുന്നല്ലേ? അടുത്ത ചോദ്യം. ഇന്നാൾ കണ്ട തേങ്ങാപ്പൂള് ഇന്നേക്കൊരു വെള്ളി തളികയായി. അതറിയാം. എന്തുവാ എന്തുവാ? സിമ്പിൾ ഇട്ടല്ലേ? അത് തെറ്റിച്ച ജിത്ത് കണ്ടെടുത്ത്. പറയൂ അബേ. ഞാൻ പറയട്ടെ. ഉത്തരം തേങ്ങയാണ്. മാങ്ങയാ. തേനീച്ചക്കൂട്. അതൊന്നും അല്ല. എന്തുവായിരുന്നു ചോദ്യം? ചന്ദ്രൻ. ചന്ദ്രൻ ചന്ദ്രകലയാണ്. ചന്ദ്രകല. തേങ്ങാപ്പൂളി ചന്ദ്രകല. അമ്മ ഇനി ചോദിക്കേ. എനിക്ക് ചോദിക്കാറിയില്ല. ചോദിച്ചു നോക്കാം മതി. നിന്റെ ഒക്കെ കടങ്കഥ കേട്ട് തന്നെ വട്ട് വരുന്നത്. ഇന്നിപ്പോൾ നമുക്ക് കടങ്കഥയൊന്നുമില്ല. ഇനി നന്ദുക്കുട്ടനാണെങ്കിൽ കടങ്കഥ എല്ലാം മറന്നും പോയി. അവർക്കൊന്നും വയ്യ. പാട്ട് പാടാൻ പോലും അവർക്ക് വയ്യ. അബിയുടെ വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടോ അബി? 20 മുല്ലപ്പൂക്കൾ. ഉത്തരം പറയാം അങ്ങോട്ട്. എന്ത് ചോദ്യം? 20 മുല്ലപ്പൂക്കൾ എന്തോന്ന് എനിക്ക് മനസ്സിലായ ഉത്തരം. നോക്കി കാണാൻ പോയി. പല്ലല്ലേ സംഭവം. അവൻ പുസ്തകം എടുത്ത് നോക്കാൻ പോയി കേട്ടാ. കണ്ടുപിടിക്കാക്കൂല. അതിന്റെ ആൻസർ പല്ലല്ലേ? പല്ല് പല്ല് ശരിയാ. പല്ല് ഞാനാ പറഞ്ഞ. നീ പറയണ്ട, ഞാൻ പറഞ്ഞ. അതിന് മുന്നേ എനിക്കറിയാം. പൂക്കളൊന്നുമില്ല, എല്ലാം പോയി. അബേ